സംസ്കാരത്തിന് പൊൻതൂവൽ ചാർത്തുന്ന ഈ മാമ്പഴത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാടോടി വഴക്കത്തിലുള്ള ഒരു കവിതയുമായി ഇനി ഈ വേദിയിലെത്തുന്നു ആർദ്ര. നമുക്ക് സ്വാഗതം ചെയ്യാം ആർദ്രയെ. നമസ്കാരം ആർദ്ര. നമസ്കാരം. ഏത് കവിതയാണ് ചൊല്ലാൻ പോകുന്നത്? കടമ്മനിട്ടയുടെ കുറത്തി എന്ന കവിത. മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, വിളഞ്ഞ ചൂരപ്പനമ്പു പോലെ കുറത്തിയെത്തുന്നു. കരിയിലാഞ്ചിക്കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു, കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു. ചേറ്റുപാടക്കരയിലീറപ്പൊളിയിൽ നിന്നും കുറത്തിയെത്തുന്നു, ഈറ ചീന്തിയെറിഞ്ഞ കരി പോൽ കുറത്തിയെത്തുന്നു. വേട്ടനായ്ക്കട പല്ലിൽ നിന്നും വിണ്ടു കീറിയ നെഞ്ചുമായി കുറത്തിയെത്തുന്നു, മലകലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു. മൂടുപൊട്ടിയ മൺകുടത്തിൽ മുറിവിൽ നിന്നും മുറിവുമായി കുറത്തിയെത്തുന്നു, വെന്ത മണ്ണിൻ വീറുപോലെ കുറത്തിയെത്തുന്നു. ഉളിയുളുക്കിയ കാട്ടുകല്ലിൽ കണ്ണിൽ നിന്നും കുറത്തിയെത്തുന്നു, കാട്ടുതീയായി പടർന്ന പുറത്തിയെത്തുന്നു. കുറത്തിയാട്ടത്തറയിലെത്തി കുറത്തി നിൽക്കുന്നു, കരിനാഗ കളമേറി കുറത്തി തുള്ളുന്നു. കരിങ്കണ്ണിൻ കടചുകന്ന് കരിഞ്ചായൽ കെട്ടഴിഞ്ഞ് കാരിരുമ്പിന്നുടൽ വിറച്ച് കുറത്തിയുറയുന്നു. അരങ്ങത്തു മുൻനിരയിൽ മുറുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ണാൽ കുറത്തിയെ കടാക്ഷിക്കും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാളം കുളം തോണ്ടുന്നോ, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ആർദ്ര പേര് കൊണ്ട് ആർദ്രയാണെങ്കിലും ആലാപനം കൊണ്ട് തീരെ ആർദ്രയല്ല. മാത്രവുമല്ല ഈ കവിതയ്ക്ക് ആർദ്രത ആവശ്യവുമില്ല. അതാണ് ഈ കുറത്തിക്ക് ആർദ്രതയില്ല. കുറത്തി ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നു എന്നാണ് ചോദിക്കുന്നത്. കടമ്മനിട്ടയുടെ അതിപ്രസിദ്ധമായിട്ടുള്ള ഈ കവിത സഭ ഇളക്കി ആലപിക്കാൻ ആർദ്രയ്ക്ക് സാധിച്ചു. ഈ കവിതയുടെ ആലാപനത്തിൽ ഉടനീളം ആർദ്ര സ്വയം മറന്ന് തൻ്റെ അംഗവിക്ഷേപങ്ങൾ കൊണ്ടും അഭിനയം കൊണ്ടും മുഖത്തെ ഭാവം കൊണ്ടും ആ കവിതയെ സ്വായത്തമാക്കി തൻ്റേതാക്കി എടുത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു പ്രക്രിയയാണ് പല ആലാപനങ്ങളിലും ഇല്ലാതെ പോകുന്നത്. അത് നമ്മുടേതാക്കി മാറ്റി നമ്മുടെ ഉള്ളിലിട്ടതിന് ശേഷം പിന്നെ പുറത്തെടുത്ത് തരുമ്പോൾ മാത്രമാണ് ആലാപനം ഒരു പുനഃസൃഷ്ടിയാവുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മുറിയിലിരുന്ന് പതുക്കെ വായിച്ചാൽ പോരെ. ആ സൃഷ്ടി, ആ പുനഃസൃഷ്ടിയും ആ ഒരു അവതരണവും ഈ പ്രമേയത്തിന് കൊടുക്കേണ്ട ചടുലതയും വന്യതയും നിരാർദ്രതയും എല്ലാം ഈ കവിതാലാപനത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ അംഗീകരിക്കുന്നു. ആർദ്രേ, അതിഗംഭീരം. കടമ്മനിട്ടയും കുറത്തിയും കൂടി ഒരുമിച്ച് ആർദ്രയിൽ ആവേശിച്ച് ആകെ കൂടി കുഴപ്പത്തിലായി, ഇല്ല കയ്യിൽ നിന്ന് പോയി. ശരിക്കും കവിതയ്ക്കുള്ളിൽ കയറി, കവിത ഉള്ളിൽ കയറി,
കവിത കൊണ്ട് ഉറഞ്ഞാടി ഒരു പെൺ കടമ്മനിട്ടയെ പോലെ അങ്ങനെ നിറഞ്ഞ് തുള്ളി. ഞാൻ കടമ്മനിട്ട ഈ കവിത നേരിട്ട് ചൊല്ലുന്നത് എത്രയോ തവണ കേട്ടിട്ടുണ്ട്. കടമ്മനിട്ട ചൊല്ലിയതിന് ശേഷം പലരും ചൊല്ലി കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ആത്മാർത്ഥമായിട്ട് പറയാം, അതിനുശേഷം ഇത്രയേറെ തന്മയത്വത്തോടും ആത്മാർത്ഥതയോടും കൂടി കുറത്തി വേറെ ഞാൻ ചൊല്ലി കേട്ടിട്ടില്ല. ജയമോൾ സാറ് ഞാൻ പിഴവ് കണ്ടുപിടിക്കുന്ന ഏറ്റവും രക്ഷയില്ല. പിഴവ് കണ്ടുപിടിക്കാൻ ഒരു മാർഗവും കാണാനില്ല. അടിമകൾ ഒരിക്കൽ ഉയർന്നെഴുന്നേറ്റ് വരുമെന്നുള്ള എക്കാലത്തെയും സംഘമനുഷ്യൻ്റെ ശക്തിബോധത്തിൻ്റെ കൂടെ നിന്ന വലിയ ശക്തിയുടെ കവിയായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. ഞങ്ങളൊക്കെ അങ്ങേയറ്റം ആദരിച്ചിരുന്ന ആ വലിയ കവിയെ ഏതാണ്ട് ജീവനോടെ മുമ്പിൽ കണ്ടതുപോലെ അവതരിപ്പിക്കാൻ തീർച്ചയായും ആർദ്രയ്ക്ക് കഴിഞ്ഞു. അഭിനന്ദനം, നന്ദി. ഈ ഞാൻ മാർക്കിൽ ഒരു വലിയ ഉദാഹരണമല്ല എങ്കിൽ പോലും ഇതിനകത്ത് പിശുക്ക് കാണിക്കുന്നില്ല. 44 മാർക്ക് തരികയാണ്. ആർദ്രേ, അതിൽ കൂടുതൽ തരാൻ ഈ ഷോയുടെ ഒരു ഡിസിപ്ലിൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് 50-ൽ 44. എത്ര മനോഹരമായ അഭിപ്രായങ്ങളാണ് കേട്ടിരിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് മാർക്സുമാണ് ലഭിച്ചിരിക്കുന്നത്. 100-ൽ 88 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത് ആർദ്ര.